വിശദമായ വാർത്തകളിലേക്ക്. റിസോർട്ട് വിവാദത്തിൽ പി ജയരാജനെതിരെ പാർട്ടി അന്വേഷണത്തിന് പാർട്ടി സമിതിയെ നിയോഗിച്ചു. ഗൂഢാലോചന നടന്നെന്ന പിയുടെ പരാതിയിൽ പി ജയരാജനെതിരെയും അന്വേഷണം നടക്കും. വ്യക്തിഹത്യയ്ക്ക് ശ്രമം നടന്നുവെന്നാണ് പി ജയരാജന്റെ പരാതി. അതേസമയം പി അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു പി ജയരാജന്റെ ആരോപണം. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, നേരത്തെ തന്നെ ഒരു വട്ടം സംസ്ഥാന സമിതി പരിഗണിച്ച വിഷയമാണിത്. ഇന്ന് വീണ്ടും ഈ വിഷയം പരിഗണിക്കുകയും ഇരുവർക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്കെതിരെയും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കമലേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. നേരത്തെ തന്നെ ഈ വിഷയം 2 തവണ പരിഗണിച്ചിരുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് LDFിലെ ശക്തന്മാരായ 2 നേതാക്കന്മാർക്കെതിരെയാണ് പാർട്ടി തലത്തിൽ ഇപ്പോൾ അന്വേഷണം ഉള്ളത് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. 2 ശക്തന്മാരായ ജയരാജന്മാർക്കെതിരെ ഇപ്പോൾ പാർട്ടി തലത്തിൽ നടപടിയുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ രീതിയിൽ തന്നെ ഗൗരവത്തോടു കൂടെ തന്നെ എടുക്കണം. LDF കൺവീനർ പി ജയരാജനും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജനുമെതിരായ ആരോപണങ്ങൾ CPM അന്വേഷിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന. അന്വേഷണ സമിതി അംഗങ്ങളെ ഉടൻ തീരുമാനിക്കും. ഈ അംഗങ്ങളെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. അത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരിക്കണമോ അതോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തി, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ, മുതിർന്ന പാർട്ടി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റിയാണോ ഇവർക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുക എന്നുള്ളതിലൊക്കെ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സമിതിയിൽ പിയും പി ജയരാജനും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇരുവരും രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായതെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യക്തിഹത്യ ശ്രമം നടന്നിട്ടുണ്ട് എന്നും പി ജയരാജൻ സമിതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂർ ജില്ലയിലെ ആയുർവേദ റിസോർട്ടിൻ്റെ പേരിലാണ് പി ജയരാജനെതിരെ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി നൽകിയത്. ഈ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ പി ജയരാജൻ അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതികൾ പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ജയരാജന്മാർക്കെതിരെയും കേന്ദ്ര കമ്മിറ്റിയിൽ പരാതികൾ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റി ഈ പരാതികളൊക്കെ കിട്ടിയതിനു ശേഷം അത് സംസ്ഥാന കമ്മിറ്റിക്ക് വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത്, കേന്ദ്ര കമ്മിറ്റി എടുത്ത നിലപാട്, സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം പരിശോധിക്കണം എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് അന്ന് കേന്ദ്ര കമ്മിറ്റി എടുത്തത്. തെറ്റ് ചെയ്താൽ എത്ര ഉന്നതനായാലും രക്ഷപ്പെടില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പി ജയരാജന്റെ ഭാര്യയും മകനും റിസോർട്ടിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നു എന്നാണ് പി ജയരാജൻ ആരോപിച്ചിരുന്നത്. റിസോർട്ടിന്റെ നിർമ്മാണ സമയത്ത് ആരോപണം ഉയർന്നതായും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ മുതിർന്ന നേതാവിനെതിരെയുള്ള ഈ ആരോപണം വലിയ തലത്തിൽ ചർച്ചയാവുകയും പ്രതിപക്ഷമടക്കമുള്ളവർ വലിയ രീതിയിൽ ഈ വിഷയം, വിവാദപരമായ ഈ വിഷയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ CPM ഈ വിഷയം ഗൗരവപൂർവ്വം തന്നെയാണ് എടുത്തത്. ഈ സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ വിഷയം മുന്നോട്ട് വന്നുവെങ്കിലും അതിനെ ചർച്ചയ്ക്കെടുക്കുവാൻ ആ ഘട്ടങ്ങളിൽ, മുൻപ് ഈ പരാതി ഉന്നയിച്ചിരുന്ന ഘട്ടങ്ങളിൽ CPM തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CPM ഇത്തരത്തിൽ, അതായത് ഈ പരാതിക്ക് മേൽ നടപടിയെടുക്കുക അല്ലെങ്കിൽ പരാതിക്ക് മേൽ ചർച്ച ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തുമ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ കേരളമൊട്ടാകെ ഒരു യാത്ര നടത്തുന്നുണ്ട്. നമുക്കറിയാം, പദയാത്ര നടത്തുന്നുണ്ട്. 20-ാം തീയതി മുതൽ ആ പദയാത്ര ആരംഭിക്കുന്നു. ഈ പദയാത്രയ്ക്ക് മുന്നോടി തന്നെയാണ് ഈ ജയരാജന്മാർക്കെതിരെയുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. മാത്രമല്ല, ഒപ്പം തന്നെ ഈ സമിതി അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കൂടുതലും ഒഴിവാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി CPM മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ഏറെ നാളായിട്ട് പി ജയരാജൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ നടന്നിരുന്ന ഈ പ്രതിഷേധ സമരങ്ങളിലൊക്കെ അന്ന് ജയരാജൻ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. LDFിന്റെ നേതൃയോഗങ്ങൾ പോലും വിളിക്കാത്ത സാഹചര്യങ്ങളൊക്കെ സമീപകാലത്തുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമീപനം പി ജയരാജന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴിതാ വീണ്ടും 2 ജയരാജന്മാർക്കെതിരെയും പാർട്ടി തലത്തിൽ അന്വേഷണം വരുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം വസ്തുതയുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പി വഹിക്കുന്ന ചുമതലകളെല്ലാം തന്നെയും അദ്ദേഹം ഒഴിയാനുള്ള, രാജ്യസന്നദ്ധത അറിയിക്കാനുള്ള സാധ്യതകളൊക്കെയും തന്നെയും ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് കാര്യം തന്നെയാണ്. കമലേഷ്, അജി, ഈ വിഷയത്തിൽ ഇപ്പോൾ അജി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യാത്രയൊക്കെ നടക്കാൻ പോകുന്ന സാഹചര്യമാണ്.
ഈ വിഷയം പ്രതിപക്ഷം വലിയ ഒരു വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നവർക്ക് കൃത്യമായ ഒരു മറുപടി നൽകാൻ കൂടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നുകൂടി വിലയിരുത്തേണ്ട ഈ സാഹചര്യത്തിൽ. കമലേഷ്, അങ്ങനെ തന്നെ നമുക്ക് ഈ സാഹചര്യത്തെ വിലയിരുത്തേണ്ടി വരും. കാരണം പാർട്ടി നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് LDF കൺവീനർക്കെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ P ജയരാജൻ ഉന്നയിക്കുമ്പോൾ ഈ പരാതികളൊന്നും പരിഹരിക്കാതെ എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി സംസ്ഥാന തലത്തിൽ ഒരു യാത്ര നടത്തുന്നു, അത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു യാത്ര നടത്തുന്നു, അഴിമതിക്കെതിരെ ഒരു യാത്ര നടത്തുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലെ അഴിമതികൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് നേതൃത്വത്തിനുള്ളത് എന്നുള്ള വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ വിമർശകരുടെയൊക്കെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കമലേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഒരു യാത്ര നടത്തുമ്പോൾ വിമർശകരുടെ വായി അടയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ഈ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചർച്ചയ്ക്ക് പിന്നിലുണ്ട്, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ബജറ്റ് അടക്കമുള്ള പ്രശ്നങ്ങളിൽ സർക്കാരിന് എതിരെ നിൽക്കുന്ന ജനം എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം. ബജറ്റിൽ ഈ നികുതി, വലിയ നികുതിക്കൊള്ള, ഈ സാധാരണക്കാരനെ പോക്കറ്റ് കാലിയാക്കുന്ന തരത്തിലുള്ള നികുതിക്കൊള്ള, ജനങ്ങളെ പോക്കറ്റടിക്കുന്ന നികുതി കൊള്ളയ്ക്കെതിരെ പാർട്ടിയുടെ പ്രാഥമിക തലത്തിൽ പോലും വലിയ വിമർശനങ്ങൾ വരുന്നു. പാർട്ടി തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് തലങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പാർട്ടിക്ക് എതിരെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, പൊതുജനങ്ങൾ ഒന്നടങ്കം പാർട്ടിക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിവാദപരമായ വിഷയങ്ങളിൽ എടുക്കുന്ന മൃദു സമീപനങ്ങൾ അല്ലെങ്കിൽ സമീപനങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുഖം രക്ഷിക്കൽ തന്നെയാണ് CPM-ന് ഉണ്ടാകുന്നത്. കാരണം അങ്ങനെ തന്നെ ഇതിനെല്ലാം തന്നെ നോക്കിക്കാണണം. പാർട്ടി സെക്രട്ടറിയുടെ ഒരു യാത്ര വരുന്നു. ഈ യാത്ര വരുന്ന സമയത്ത് തന്നെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പാർട്ടി നേതാവിനെതിരെ, ഒരു മുതിർന്ന അംഗത്തിനെതിരെ, LDF കൺവീനർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല? ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബജറ്റിൽ ഇന്ധന നികുതി അടക്കം സാധാരണക്കാരനെ അടിച്ചേൽപ്പിക്കുന്ന നികുതിയുടെ വർധനവ്, ഇതൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇന്ന് ഇരുവർക്കുമെതിരെയുള്ള ഈ അന്വേഷണം നടത്താൻ കൊണ്ടുള്ള ഒരു നീക്കങ്ങളൊക്കെ നടന്നത്. അത് കമലേഷ് എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, ഇരു നേതാക്കന്മാരും P ജയരാജനും EP ജയരാജനും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടായി. തനിക്ക് പിന്നിൽ EP ജയരാജൻ എടുത്തു പറയുന്ന ഒരു കാര്യം, തനിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത് എന്ന് EP ജയരാജൻ പറയുമ്പോൾ P ജയരാജൻ പറയുന്നത് ഈ റിസോർട്ട് നിർമ്മിക്കുന്ന ഘട്ടം മുതൽ പ്രാദേശിക തലത്തിൽ പോലും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ണൂരിലെ ഈ മേഖല, റിസോർട്ട് നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് അത് പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മേഖലയല്ല. അവിടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന തലത്തിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ അന്ന് മുതൽ തന്നെ പ്രാദേശിക ഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് പ്രാദേശികമായി വലിയ രീതിയിലുള്ള എതിർപ്പുകൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു, പാർട്ടി തലത്തിൽ നിന്ന് പോലും ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും P ജയരാജൻ ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അതിന് മറുപടി എന്നവണ്ണം തന്നെയാണ് EP ജയരാജൻ പറഞ്ഞത്. തനിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെയും ഉയരുന്നത്. തന്നെ വ്യക്തിഹത്യക്ക് ചെയ്യാനാണ് ചിലർ, തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു EP ജയരാജൻ ഇന്ന് സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഏറെ നാളായി പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസത്തിൽ തന്നെയായിരുന്നു ഈ EP ജയരാജൻ. നമുക്കറിയാം, കഴിഞ്ഞ തവണ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറാൻ നേരത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. നല്ല കാലാവസ്ഥയാണ്, അനുയോജ്യമായ കാലാവസ്ഥയാണ്, ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് എന്നാണ് തിരുവനന്തപുരത്തേക്ക് പോകും മുൻപ് മാധ്യമപ്രവർത്തകരോട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച EP ജയരാജൻ പറഞ്ഞത്. അന്ന് പറഞ്ഞു പോയിട്ട് EP ജയരാജൻ പിന്നീട് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം മടങ്ങി വരുന്ന ഒരു ദൃശ്യം കാണുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ചിരിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ശരീര ഭാഷ അങ്ങനെയായിരുന്നു, ചിരിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. കാരണം തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല, എന്നാൽ ആ തരത്തിൽ പാർട്ടി തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു EP ജയരാജൻ. എങ്കിൽ ഇന്ന് ഈ വിഷയം, അതായത് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം സുഖകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല എന്ന് വേണം നമുക്ക് എടുത്തു പറയേണ്ടത്. കമലേഷ്, തീർച്ചയായും കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് EP ജയരാജനെതിരെ ഉയർന്ന വിവാദത്തിൽ പാർട്ടി
അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്വേഷണത്തിനൊരു സമിതിയെ തീരുമാനിച്ചിരിക്കുന്നു. ഗൂഢാലോചന നടന്നെന്ന EP ജയരാജന്റെ പരാതിയിൽ P ജയരാജനെതിരെയും അന്വേഷണം നടക്കും. വ്യക്തിഹത്യയ്ക്ക് ശ്രമം നടന്നു എന്നായിരുന്നു EP ജയരാജന്റെ വലിയ ആക്ഷേപം. EP അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന നിലയിലായിരുന്നു P ജയരാജന്റെ ആരോപണം. ഈ രണ്ട് വിഷയങ്ങളിലും അന്വേഷണം നടത്താനാണിപ്പോൾ CPIM-ന്റെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങൾ നൽകിയത്.